26ാമത് ഒറ്റപ്പാലം ഭാരതപ്പുഴ കൺവെൻഷൻ ഫെബ്രുവരി 21, 22, 23 തീയതികളിലായി ഭാരതപ്പുഴ മണൽപ്പുറത്ത് നടക്കും. ദിവസവും വൈകിട്ട് 6 മണിക്ക് നടക്കുന്ന പൊതുയോഗങ്ങളിൽ സംഗീത സംവിധായകൻ സ്റ്റീഫൻ ദേവസിയുടെ നേതൃത്വത്തിൽ ഇമ്മാനുവൽ, സ്റ്റീഫൻ സാമുവൽ, ഷാരോൺ വർഗീസ്, ജോസ് എന്നിവരുടെ സംഗീതം കൊണ്ടും വേദി പ്രൗഢഗംഭീരമാകും. സുരേഷ് ബാബു, ഫെയ്ത്ത് ബ്ലസൻ, അജി ആന്റണി എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തും. അത്യപൂർവമായ അർബുദരോഗത്തോട് പൊരുതുമ്പോഴും ഷൊർണൂർ സ്വദേശിയായ നിജിൽ നാടൻ പാട്ടിനെ കൈവിട്ടില്ല. ആശുപത്രി കിടക്കയിൽ കിടക്കുമ്പോഴും വരികൾ എഴുതി ഈണം പകർന്ന് ഡോക്ടർമാരെ കേൾപ്പിച്ചു. ആത്മവിശ്വാസം കൊണ്ട് രോഗത്തോട് പൊരുതി ഈ 20കാരൻ വീണ്ടും നാടൻ പാട്ട് വേദികളിൽ സജീവമാവുകയാണ്. നാടൻ പാട്ടിനെ ജീവതാളമാക്കി കൊണ്ടു നടക്കുമ്പോഴാണ് 17ാം വയസ്സിൽ നിജിലിനെ ബി-സെൽ അക്യൂട്ട് ലിംഫോബ്ലാസ്റ്റിക് ലുക്കീമിയ എന്ന അത്യപൂർവ അർബുദരോഗം വേട്ടയാടുന്നത്. അർബുദരോഗമാണെന്നറിഞ്ഞിട്ടും ആത്മവിശ്വാസം മുറുകെ പിടിച്ച് പൊരുതാൻ തന്നെയായിരുന്നു നിജിലിന്റെ തീരുമാനം. അപ്പോഴും നാടൻ പാട്ടിനെ ജീവശ്വാസമായി കൊണ്ടു നടന്നു. മാസക്കാലം RCCയിലും പിന്നീട് മലബാർ ക്യാൻസർ സെന്ററിലുമായിരുന്നു ചികിത്സ. തന്റെ വേദനകൾ മറക്കാൻ ആശുപത്രി കിടക്കയിൽ കിടന്നും നിജിൽ വരികൾ എഴുതി. ഈണം പകർന്ന് ഡോക്ടർമാരെയും ജീവനക്കാരെയും ചൊല്ലിക്കേൾപ്പിച്ചു. കൂട്ടിരിപ്പുകാരായ അമ്മയ്ക്കും അച്ഛനും ധൈര്യം പകർന്നു. എൻ്റെ പേര് നിജിൽ. ഞാൻ ഷൊർണൂരും ഉണ്ടായാണ് എൻ്റെ വീട്. 17ാമത്തെ വയസ്സിലാണ് എനിക്ക് അസുഖം വന്നത്. പിന്നെ 3 വർഷത്തെ കാലം അതിൻ്റെ പുറകെയായിരുന്നു. പക്ഷേ ട്രീറ്റ്മെൻറ്റ് നടക്കുമ്പോഴും നാടൻ പാട്ടിൽ നിന്ന് ഞാൻ ഒരു ഒഴിവ് ഞാൻ ഉണ്ടായിട്ടില്ല. പ്രോഗ്രാമിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. നാടൻ പാട്ടാണ് എനിക്ക് എൻ്റെ ഒരു ഇഷ്ടം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു മേഖല എന്ന് പറയുന്നത് നാടൻ പാട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാടധികം പ്രതിസന്ധികൾ തരണം ചെയ്തിട്ടാണ് ഞാൻ വന്നത്. എനിക്ക് കാർട്ടിസൽ തെറാപ്പി എന്ന് പറയുന്നൊരു ചികിത്സയാണ് കഴിഞ്ഞത്. അപ്പോൾ കണ്ണൂർ തലശ്ശേരി മലബാറിലാണ് എനിക്ക് ആ ട്രീറ്റ്മെൻറ്റ് ചെയ്തത്. ചന്ദൻ സാറായിരുന്നു എൻ്റെ ഡോക്ടർ. അപ്പോൾ സാറിനും എല്ലാവർക്കും ഒരുപാടധികം നന്ദി. ഞാൻ വലിയൊരു തുക 50 ലക്ഷത്തോളം രൂപ ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ ബേസായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ DYFI ആണ് മുന്നിൽ നിന്ന്. അതെല്ലാം DYFIയും അതിൽ പ്രവർത്തകരാണ് എനിക്ക് വേണ്ടിയിട്ട് ഒരുപാടധികം സഹകരിച്ചതും. അപ്പോൾ എല്ലാവർക്കും ഒരുപാടധികം നന്ദി ഞാൻ പറയുന്നു. ഇപ്പോൾ ഈ അസുഖം വന്നിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അസുഖം ഇത് തരണം ചെയ്ത് നമുക്ക് വരാൻ പറ്റും. അപ്പോൾ ഒരു വലിയ അതിൻ്റെ ട്രീറ്റ്മെൻറ്റുമായി ബേസായിട്ട് ഒരുപാട് പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ തരണം ചെയ്ത് എല്ലാവരും മുന്നോട്ട് സന്തോഷമായിട്ട് വരണം. 50 ലക്ഷം രൂപയോളം ചിലവ് വന്ന കാർട്ടിസൽ തെറാപ്പി ചികിത്സ പൂർത്തിയാക്കിയ ശേഷം ഷൊർണൂരിലെ കൂട്ട് കലാവേദി നാടൻ പാട്ട് സംഘത്തിന്റെ വേദികളിൽ മുന്നണി ഗായകനായി സജീവമാവുകയാണ് നിജിൽ. ഈ ഒരു അസുഖം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് പോലും ഞങ്ങളെല്ലാവരും, പിന്നെ അച്ഛനും ഇവൻ്റെ അച്ഛനും ഏട്ടനും ഞാൻ ഉൾപ്പെടെ ഞങ്ങളെല്ലാവരും ആകെ തളർന്നിരിക്കുന്ന സമയത്ത് പോലും അവൻ നല്ല കോൺഫിഡൻസ് ആയിരുന്നു. അവന് ഹോസ്പിറ്റലിൽ നിന്ന് മരുന്നെടുക്കുന്ന സമയത്ത് അവൻ റൂമിലിരുന്ന് പാട്ടെഴുതാണ്. ഞാനൊക്കെ തളർന്നിരിക്കുന്ന സമയത്ത് അവൻ പാട്ടെഴുതി അതിന് ട്യൂൺ ചെയ്യുകയാണ്, ഡോക്ടേഴ്സിന് കേൾപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അവന് അത്രയും കോൺഫിഡൻസ് ആയിരുന്നു. അപ്പോൾ ഞാനൊക്കെ കരയുന്ന സമയത്ത് എൻ്റെ മോൻ എന്നോട് ചോദിക്കും, അമ്മ എന്തിനാണ് കരയണത്? കാരണം എനിക്കൊരു പ്രശ്നവുമില്ല, ഞാൻ പഴയ പോലെ തന്നെ അല്ലേ, എന്നെ കാണുമ്പോൾ അമ്മയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? ചികിത്സയ്ക്കായുള്ള പണം മുഴുവൻ സമാഹരിച്ചത് DYFI പാലക്കാട് ജില്ലാ കമ്മിറ്റിയായിരുന്നു. തന്നെ ചേർത്തുപിടിച്ച എല്ലാവരോടും നന്ദിയുണ്ടെന്ന് നിജിൽ പറയുമ്പോൾ രോഗത്തോട് പൊരുതുന്ന മനുഷ്യരോട് അവന് പറയാനുള്ളത് ഇങ്ങനെയാണ്. 5 വയസ്സ് മുതൽ പാടിത്തുടങ്ങിയ നിജിലിന്റെ 5 ആൽബങ്ങളും ഇതിനകം പുറത്തിറങ്ങിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് CCV. ചേലക്കരയ്ക്ക് എന്നും ചേലേക്ക് നിറം ഫാബ്.